നമസ്കാരം. ശനിയുടെ മീനത്തിലേക്കുള്ള സംക്രമണം ആരംഭിക്കുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ശനിയുടെ ഈ ഉദയവുമായി ബന്ധപ്പെട്ട് പല രാശിക്കാർക്കും വളരെയധികം നേട്ടങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. ചില രാശിക്കാർക്ക് കോട്ടങ്ങളും സംഭവിക്കാം. നാളത്തെ ഉദയത്തോടെ, അതായത് ശനിയുമായി ബന്ധപ്പെട്ട ഈ ഉദയത്തോടെ ചില രാശിക്കാരുമായി ബന്ധപ്പെട്ട് കർമ്മഫലം അനുകൂലമാകുന്നതാണ്. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഏവരും ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറി നിൽക്കുന്നതായ സാഹചര്യം വന്നു ചേരാം, അല്ലെങ്കിൽ കാര്യമായി ബാധിക്കണം എന്നില്ല. ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുക, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക, പോസിറ്റീവായ ചിന്തകൾ നിറയുക, ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം പോലും വന്നു ചേരാം. വിദേശ യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാവുന്നതുമാണ്. സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും. ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഒരൽപ്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നാളെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ ദിവസം തന്നെയാകുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഏൽപ്പിച്ചതായ ജോലികൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ശത്രുതയിലായിരുന്ന പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും, അത് കുടുംബത്തിലെയോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത നിലവാരം ഉയർത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാരണം ധനപരമായ നേട്ടങ്ങളാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരും. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിക്കുന്നതുമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരുന്നതാണ്. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബഹുമാനം വർദ്ധിക്കും എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഇത്തരം കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്.
സന്തോഷം നൽകുന്നതായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ശുഭ വാർത്തകൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. ആഗ്രഹിച്ചതായ പല നേട്ടങ്ങളുമുണ്ട്. അത് സ്വന്തമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചത് സ്വന്തമാക്കുകയോ കൈകളിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. കൂടാതെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മിന്നുന്നതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. പ്രധാനമായും പലരുടെയും സ്വാധീനം നിങ്ങളിൽ വന്നു ചേരാം. പല കാര്യങ്ങളും അവരുടെ സ്വാധീനത്താൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രാരാബ്ധങ്ങൾ ഒരു പരിധിവരെ അകലും. ധനം ആവശ്യമുണ്ട് എങ്കിലും വന്നു ചേരുവാനുള്ള ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയാം. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. മാനസികപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചില ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. നേട്ടങ്ങളും ഉന്നതിയും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സമാധാനം കൈവരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയം തന്നെയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിലും ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമാധാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, മനസ്സിനെ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുക, ബിസിനസ് പരമായി ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. താൽക്കാലിക ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലായ സമയമാകുന്നു.